ഹല്ലേലൂയ. എല്ലാവർക്കും എന്നെ നന്നായി കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം അറിയിക്കുന്നു. ഞാൻ ഈ മീറ്റിങ്ങിന് കയറിയപ്പം ടെസ്സി വർഗീസ് എന്ന് ഞാൻ കണ്ടു. അന്നേരം ഞാൻ ഓർത്തു, ഇത് HMIയിലെ ടെസ്സി ആന്റി ആണോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. അന്നേരമാണ് ഇപ്പൊ ആ മനോഹരമായ ശബ്ദവും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആന്റി വന്നത്. അത് എനിക്ക് ഭയങ്കര ഓണേർഡ് ആയി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച് ടെസ്സി ആന്റി. പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങളെ നൽകട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ച പ്രിയ ബഹുമാന്യ സൂസൻ ആന്റിയെ ഞാൻ ആദ്യമായി കാണുന്നത് പറഞ്ഞതുപോലെ HMIയുടെ മീറ്റിങ്ങിൽ വെച്ചാണ്. ആന്റിയെ കാണുവാൻ, ആന്റിയുടെ വാക്കുകൾ കേൾക്കുവാനൊക്കെ എന്നെ സഹായിച്ചു. ഇന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചതിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ആന്റി എന്നോട് 1 മണിക്കൂർ കർത്താവിന്റെ വചനം പറയാനുണ്ട്, 6 മണി തൊട്ടാന്ന് പറഞ്ഞു. ഞാൻ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കയറിയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷേ ആത്മാവിന്റെ നല്ലൊരു നടത്തിപ്പോടെ ഞാൻ പ്രത്യേകം ഐ ജസ്റ്റ് വാണ്ട് ടു അപ്രീഷിയേറ്റ് സിസ്റ്റർ ടിജി കോശി ആൻഡ് ഹഗായി അല്ലയോ. ഓക്കെ, അവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ ആത്മസാന്നിധ്യത്തോടെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ, ആദ്യം പാടിയ പാട്ടൊക്കെ ഇപ്പൊ നമ്മളെ വളരെ റെയറായിട്ടാണ് കേൾക്കുന്നത്. എല്ലാം പുത്തൻ പാട്ടുകളല്ലേ, പക്ഷെ അതൊക്കെ എത്ര അർത്ഥവത്തായതാണ്. അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. കർത്താവിനോട് ആ നിത്യത ലഭിക്കാൻ വേണ്ടി അതൊരു നമ്മുടെ ഒരു ക്രൈ ഔട്ടാണ്. ദൈവമേ എന്നെ നിർത്തണേ കർത്താവേ, വീടാതെ എന്നെ നിർത്തണമേ എന്ന് പറയുന്നത്. പിന്നെ ഒരു വേർഡും കൂടെ, പ്രിയ മേരി ആന്റിക്ക് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ മറ്റേ സുനി സിസ്റ്റർക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് വചനത്തിലേക്ക് തിരിയാം. വേദപുസ്തകത്തിലുടനീളം പരിശോധിക്കുമ്പോൾ ഇതൊരു സഹോദരിമാരുടെ മീറ്റിംഗ് ആണല്ലോ. സഹോദരിമാർക്ക് സ്വർഗത്തിലെ ദൈവം വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആരെന്തെല്ലാം പറഞ്ഞാലും, എന്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചാലും കർത്താവിന് സഹോദരിമാരെ ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ, സ്തോത്രം. അവർ കർത്താവിന്റെ വേലയ്ക്ക് ഈക്വലി ശക്തരായവരാ വിവിധ നിലകളിൽ. ആമേൻ. അപ്പോൾ തന്നെ സഭയുടെ തല ക്രിസ്തുവാണ്, സ്ത്രീയുടെ തല പുരുഷനാണ്. നമ്മൾ എത്ര പൊസിഷനിൽ ഇരുന്നാലും, എവിടെ ആരായി തീർന്നെന്ന് പറഞ്ഞാലും നമ്മുടെ തല പുരുഷൻ തന്നെയാണ്. ആ വിധേയത്വത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് തരുന്ന ദൈവശക്തിക്കും ദൈവിക നിയോഗങ്ങൾക്കും അനുസരണമായി കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്നൊന്നും വിചാരിക്കരുതേ. അങ്ങനെ അല്ലവേ അല്ല. ഞാൻ ഈ ക്വാളിറ്റിക്ക് വേണ്ടി വാദിക്കുന്നല്ല, അത് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, മേരി ഓഫ് നസറത്തിനെ കുറിച്ച് ഒന്ന് നോക്കിക്കേ. ആ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ് നമ്മുടെ യേശു കർത്താവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട, എല്ലാ നിന്ദകളും സഹിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടു കൊടുത്ത സ്ത്രീയായിരുന്നു. അന്നാദ പ്രോഫറ്റസ്, കർത്താവിന്റെ യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവരോട് യേശുവിനെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ. എല്ലാ മിടുക്കന്മാരും ചിന്തകരും ഫിലോസഫേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നപ്പോഴും എന്റെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പോയി പറയാൻ ഏൽപ്പിച്ചത് ബലഹീനരെന്നും അബലകളെന്നും ലോകം മുദ്ര കുത്തിയ സഹോദരിമാരോടാണ് പറഞ്ഞത്. ഏറ്റവും ഇരുട്ടുള്ളപ്പോഴും അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ യഹൂദ സമ്പ്രദായത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുവാൻ വലിയ സാധ്യതകൾ ഒന്നുമില്ലാതിരുന്നപ്പോഴും യേശു കർത്താവിനോടുള്ള അഗൈതവമായ സ്നേഹം നിമിത്തം അവർക്ക് ആ ദൈവ സ്നേഹത്തെ പിടിച്ചടക്കാൻ പറ്റാഞ്ഞിട്ട് അവർ ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവിനെ കാണുവാനായി കടന്നുപോയെന്ന് നാം വായിക്കുന്നു. യോഹന്നായെയും സൂസന്നായെയും കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർ ശുശ്രൂഷ ചെയ്തു എന്ന. മാർത്തയും മേരിയെ കുറിച്ച് പറയുന്നത് അവര് ആതിഥേയത്തിന്റെ റാണികളായിട്ടാണ് അവരെ ദൈവവചനത്തില് ഇവിടെ നാം കാണുവാൻ സാധിക്കുന്നത്. തബീതയെ കുറിച്ച് കാണാം. തബീത മറ്റുള്ളവരെ, ആ പട്ടണത്തിലുള്ളവരെ വസ്ത്രം കൊടുത്തും വിധവമാർക്ക് കൈത്താങ്ങൽ കൊടുത്തും ഉണ്ടായിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാണ്. എന്തിനേറെ ലുദിയയെ കുറിച്ച് കാണാം.
പ്രിസില്ല തന്റെ ഭർത്താവായ അക്വിലയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി തെളിയിച്ചു കൊടുത്ത സഹോദരിയാണ്. 100 കണക്കിന് സഹോദരിമാരുടെ പേരുകൾ ഒന്നിനു പുറകെ ഒന്നായി എനിക്ക് പറയുവാനുള്ള നിയോഗമുണ്ട്, സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത് പറയുന്നതിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പേരും കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിക്കപ്പെടുവാനിടയാകണം. കർത്താവിന്റെ വചനത്തിൽ പ്രാർത്ഥനാ വീരകളായി മാറി അനേകർക്ക് വേണ്ടി താങ്ങായി തണലായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറി അവരുടെ മനസ്സിൽ യേശു കർത്താവിന്റെ സ്നേഹം പകരുന്നവരായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി തന്നെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന നിയോഗം യഹോവ ഭക്തിയുള്ള സ്ത്രീ എന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ്. യഹോവ ഭക്തിയുള്ള സ്ത്രീ, അതിനാധാരമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് സദൃശ്യവാക്യങ്ങൾ പ്രോവർബ്സ് ചാപ്റ്റർ 31 വേഴ്സ് 30. സദൃശവാക്യങ്ങൾ 31 അധ്യായം അതിന്റെ 30 വാക്യം. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അപ്പൊ പ്രശംസിക്കപ്പെടുന്നത് ആരാണ്? യഹോവ ഭക്തിയുള്ള സ്ത്രീയാണ്. ഇന്ന് നമ്മളെ ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കുന്ന ആരായി യഹോവ ഭക്തിയുള്ള സ്ത്രീ എന്ന്. പ്രശംസിക്കപ്പെടുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നെ കുറിച്ച് നല്ല വാക്കുകൾ ആരെങ്കിലും പറയുമ്പോൾ അത് കേൾക്കുവാൻ നമുക്ക് ഭയങ്കര സന്തോഷം. അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. എ വേർഡ് ഓഫ് അപ്രീസിയേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാ. എന്നാൽ പ്രശംസിക്കപ്പെടണമെങ്കിൽ അതിന് തക്കതായി വേണ്ട ഒരു ക്വാളിറ്റിയായി, ഒരു ഗുണമായിട്ട് പറയുന്നത് നാം യഹോവ ഭക്തിയുള്ള സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നത് 6 ഗുണങ്ങളെ കുറിച്ചാണ്, 6 സവിശേഷതകളെ കുറിച്ച്. യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ 6 സവിശേഷതകളെ കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹം. അത് വേണ്ട വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമുക്ക് മുമ്പിൽ കാണില്ല. സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അത് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. അപ്പം യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പായി ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ കാര്യമായ വലിയ അറിവൊന്നും ഇല്ലെങ്കിലും കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നതായതുകൊണ്ട് നാം ഒരു സ്റ്റഡി പോലെ ഒന്ന് പോകാം. അപ്പം ഈ യഹോവ ഭക്തി എന്ന വാക്കിന് 3 ഗ്രീക്ക് വേർഡുകളാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഗ്രീക്ക് വേർഡുകൾ. നിങ്ങൾക്ക് എഴുതിയെടുക്കുന്ന നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. അപ്പൊ ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് യൂസബേയ എന്നുള്ളതാണ്. യൂസബേയ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സങ്കീർത്തനം 5:7 അതിങ്ങനെ പറയുന്നു: കർത്താവേ യഹോവേ, നിങ്കലുള്ള ഭക്തിയോടെ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ ചെന്ന് നിങ്കലുള്ള ഭക്തിയോടെ ഞാൻ നിന്നെ ആരാധിക്കും. ഇത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്പി വാചകം പോലെ പറയുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യൂസബേയ എന്നുള്ളതാ, ഭക്തി എന്നുള്ളതാ. അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്നുള്ളത് ഭജിക്കുക, നല്ലവണ്ണം ആദരിക്കുക, ദൈവത്തോട് നമ്മൾ ദൈവത്തെ ഭജിക്കുക, അല്ലെ ദൈവത്തെ നല്ലവണ്ണം ആരാധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആ ഭക്തി എന്ന വാക്ക്, യൂസബേയ എന്ന വാക്ക്, ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് തിയോസബേയ എന്നുള്ള, തിയോസബേയ അത് ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ തിയോസബേയ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ദൈവത്തോടുള്ള ആദരവ്. ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ ദൈവഭക്തനും എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. അത് ദൈവത്തോടുള്ള ആദരവ്. മൂന്നാമതായി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ത്രിസ്കയ എന്നുള്ള, ത്രിസ്കയ എന്നുള്ളത് ബാഹ്യമായ നമ്മുടെ ഭക്തി പ്രകടനം, ഭക്തി നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണിക്കുന്നത്. അത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യഥാർത്ഥ ഭക്തിയോ വിധവമാരെയും അനാഥരെയും ചെന്ന് കാണുന്നതും അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ
കാണിക്കും. അതാണ് ഭക്തിയുടെ യഥാർത്ഥ ബാഹ്യ പ്രകടനം എന്ന്. അങ്ങനെ ഈ 3 ഗ്രീക്ക് വാക്കുകളാണ് ഭക്തി എന്ന വാക്കിനു വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. യഹോവ ഭക്തിയുള്ള സ്ത്രീ ആരാണ്? 6 ഗുണങ്ങൾ ഞാൻ പറയാൻ പോവാ. നമ്പർ 1, യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്, യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് ഏത് തരത്തിലുള്ള ആപത്തോ വിപത്തോ വന്നാലും, സാഹചര്യങ്ങൾ എത്ര അനുകൂലമല്ലെങ്കിലും അവളുടെ ഐഡന്റിറ്റിയെ അത് ബാധിക്കില്ല. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഏകത അല്ലെങ്കിൽ അനന്യത എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഏകത അല്ലെങ്കിൽ അനന്യത. അപ്പം ഒരു യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് സാഹചര്യം എന്ത് തന്നെ ആയാലും, ഏത് ദുരന്തമോ ആപത്തോ വിപത്തോ വന്നാലും അവളുടെ അനന്യതയ്ക്ക്, അവളുടെ വ്യക്തിത്വത്തിന് യാതൊരു ഖേദവും വരികയില്ല എന്നതാണ് ഒന്നാമത്തെ നമ്പർ 1 ക്വാളിറ്റി എന്നുള്ളത്. അതിന് ആധാരമായിട്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്ന ഒരു വാക്യം എന്നുള്ളത്, സദൃശവാക്യം 31-ാം അധ്യായം നിങ്ങൾ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അതൊരു മെയിൻ ചാപ്റ്റർ ആയിട്ട് ഇതിന് പല വാക്യങ്ങൾ നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ആ 31-ാം വാക്യത്തിന്റെ 10-ാം വാക്യത്തില് ഇങ്ങനെ നമ്മൾ കാണുന്നു. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില പൊന്നിലും വിലയേറിയത്. അവളുടെ വില പൊന്നിലും വിലയേറിയത്. അപ്പൊ ഈ സാമർഥ്യമുള്ള ഭാര്യ എന്ന് നമ്മൾ കേൾക്കുമ്പോ പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഇല്ല. ആരെടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കുന്ന ടൈപ്പ് ആണെന്നാണോ? അങ്ങനെയല്ല, അല്ലവേ അല്ല, അങ്ങനെയല്ല. അവിടെ സാമർഥ്യം എന്നുള്ളത് ഒരു നെഗറ്റീവ് മീനിങ്ങിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സലന്റ് എന്നുള്ള വാക്ക ഹീബ്രുവിൽ അതിനെ ചൈൽ എന്നുള്ള വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് യഹോവയിൽ നിന്നുള്ള ബലമുള്ളവളാണ്. അവൾക്ക് ഒരു ഉത്തമമായ സ്വഭാവമുള്ളവളാണ്, ഉത്തമ സ്ത്രീയാണ്. അതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത്. അപ്പം ഏത് വാക്കുമായിരിക്കും ഇരുന്നു കൊള്ളട്ടെ, ഇങ്ങനെയുള്ള സ്ത്രീയെ കണ്ടുകിട്ടുവാൻ വളരെ റേറാണ്, വളരെ വിരളമായിട്ട് ഇങ്ങനെയുള്ള സ്ത്രീയെ കണ്ടുകിട്ടത്തുള്ളൂ. അവളുടെ വിലയോ മുത്തിലും വിലയേറിയത്. ആമേൻ. യഹോവ ഭക്തിയുള്ള സ്ത്രീയാണ് അവൾ. അങ്ങനെയുള്ള സ്ത്രീയെ കണ്ടെത്തുവാൻ വളരെ വിരളമാണ്. അവളുടെ വില എന്നുള്ളത് നമുക്ക് വില മതിക്കാനാവാത്തതാണ്. ആമേൻ. കാരണം അവളുടെ സ്വഭാവം എന്നുള്ളത് അത് ഉത്തമമായ സ്വഭാവമാണ്. അതിനുവേണ്ടി ഒരു ബെസ്റ്റ് എക്സാമ്പിള്, ഈ പോയിന്റിനെ സ്ഥാപിക്കുവാൻ ഞാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം. അത് വേറെ ആരുമല്ല, രൂത്താണ്. രൂത്തിന്റെ പുസ്തകത്തിൽ നാം കാണുന്ന രൂത്ത്. അതിൽ 3:11 ബോവസ് രൂത്തിനോട് ഇങ്ങനെ പറയുക, എന്താണ്? എന്റെ പട്ടണവാതിക്കലുള്ള എല്ലാവരും പറയുന്നു, എല്ലാവർക്കും അറിയാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. സോ ഈ സിറ്റി ഗേറ്റ് എന്ന് പറയുന്നത്, പട്ടണവാതിൽ എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാര്യം ആ പട്ടണത്തെ കുറിച്ച് അറിയണമെങ്കിൽ ആ പട്ടണവാതിക്ക് പോയിരുന്നാൽ മതി. ദാറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഗോസിപ്പ് എന്ന് പറയും. അവിടെ ഗോസിപ്പും ഉണ്ട്, പരദൂഷണം പറച്ചിലും ഉണ്ട്, എല്ലാ തരത്തിലുള്ള കാര്യമുണ്ട്. എന്നാൽ ഇവളെ കുറിച്ച് പട്ടണത്തിലുള്ളവർ മുഴുവൻ പറഞ്ഞത്, ഈ രൂത്ത് എന്ന് പറയുന്നത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. ആമേൻ. അവളെ യഹോവ ഭക്തിയുള്ള സ്ത്രീയാണെന്നാണ് അവളെ കുറിച്ച് അവിടെ പറയുവാനുള്ളത്. അവളൊരു ഡൈനമിക് വുമൻ ആയിരുന്നു, ഒരു ശക്തിയുള്ള, ദൈവകൃപയുള്ള, കരുത്താർജിച്ച ഒരു വുമൻ ആയിരുന്നു ആര്? ഈ രൂത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് അവളെ കുറിച്ച് അങ്ങനെ പറയുന്നത്. എന്നാൽ അവളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അവൾക്ക് എല്ലാ കാര്യങ്ങളും സുഗമമായിരുന്നില്ല. ജീവിതത്തിൽ ഒന്ന് നോക്കിയ സഹോദരിമാരെ, ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഒരു ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു അവളുടെ ജീവിതത്തിൽ. 5 കാര്യം എനിക്ക് അവളെ കുറിച്ച് പറയാം. അവള് വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. ഒരു
കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു. അവള് ഒരു മദറിൽ, ഒരു അമ്മായിമ്മയുടെ കൂടെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഒരു വിധവയായിരുന്നു. അന്നത്തെ കാലത്ത് വിധവയാകുക എന്നുള്ളത് അവരുടെ തെറ്റല്ലെങ്കിലും അവരുടെ മേൽ വളരെ മനുഷ്യര് ഒരു നെഗറ്റീവായിട്ടുള്ള മുദ്ര കൊട്ടുന്ന ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ അവൾ ഒരു ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഇല്ലാത്തവളായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവൾക്ക് ഒട്ടും ചേർച്ചയില്ലാത്ത സാഹചര്യങ്ങളിലായിരുന്നപ്പോഴും അവളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടോ, സാക്ഷ്യം കേട്ടോ, അവൾ ഒരു ഉത്തമ സ്ത്രീ ആയിരുന്നു. ആ ജീവിതത്തിൽ വന്ന കഷ്ടതകൾക്കോ പ്രയാസങ്ങൾക്കോ ദുരന്തങ്ങൾക്കോ ദുരനുഭവങ്ങൾക്കോ അവളുടെ ജീവിതത്തിലുള്ള അനുഭവ സാക്ഷ്യത്തെയോ അവളുടെ സാക്ഷ്യം, ഉത്തമ സ്ത്രീ എന്ന സാക്ഷ്യത്തെ മാറ്റുവാൻ കഴിഞ്ഞില്ല. അവളുടെ ഏകത എന്നുള്ളത്, അവളുടെ അനന്യത എന്നുള്ളത്, അവളുടെ ഐഡന്റിറ്റി എന്നുള്ളത് ഉത്തമ സ്ത്രീ എന്നായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരോട് ദൈവാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നമ്മുടെ ജീവിതം എപ്പോഴും സുഗമമാകത്തില്ല. കഷ്ടതയില്ലാത്ത ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെ നാം ഒരിക്കലും ധരിക്കരുത്. കഷ്ടത വരും, പ്രയാസം വരും, വേദനകളും കണ്ണുനീരുകളും, ജീവിതത്തിൽ അനേകം നഷ്ടങ്ങളുടെ അനുഭവം വരും. എന്നാൽ വിചാരിച്ചോണം, ഒരു ദൈവ പൈതല്, ഒരു ഉത്തമ സ്ത്രീ, സാക്ഷ്യമുള്ള സ്ത്രീ എന്ന ഏകതയെ, അനന്യതയെ മാറ്റുന്നതായിരിക്കരുത് നമ്മുടെ സാഹചര്യങ്ങൾ. രൂത്തിനെ പോലെ ദൈവസന്നിധിയിൽ ഏത് ദുരന്ത അനുഭവങ്ങൾ വന്നാലും, ഏത് സാഹചര്യങ്ങൾ മാറിപ്പോയാലും ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏകതയെ മാറ്റാതെ നിലനിർത്തുവാൻ നമ്മുടെ ജീവിതത്തിലും ദൈവം സഹായിക്കുമാറാകട്ടെ. യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ഒന്നാമത്തെ ലക്ഷണമാണ്. ഹല്ലേലൂയ. യഹോവ ഭക്തിയുള്ള സ്ത്രീ, ആ വാക്യം പറയുന്നത് സാമർഥ്യമുള്ള സ്ത്രീയെ ആർക്ക് കിട്ടും? അവളുടെ വില ഏറ്റവും വലിയതാ, മുത്തുകളിലും വിലയേറിയതാ. സാമർഥ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ദൈവത്തിങ്കലുള്ള ശക്തി അവൾക്കുണ്ട്. അവളിലൊരു പ്രത്യേക ഊർജമുണ്ട്. അവളിലൊരു ദൈവത്തിന്റെ ആർജവത്വമുണ്ട്. കർത്താവിന്റെ വിശ്വാസമുണ്ട്. അതാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. സമയക്കുറവ് കൊണ്ട് ഞാൻ വേഗം മുമ്പോട്ട് പോകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 2 പത്രോസിന്റെ ലേഖനം 1:5 അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഈ ലോകത്തിന്റെ മോഹങ്ങളെയൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞതിന് ശേഷമായിട്ട് സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് ഇന്ദ്രിജയവും, അങ്ങനെ ഒത്തിരി കൂട്ടങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒരു ഉത്തമ സ്ത്രീക്ക്, യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് ഇതെല്ലാം ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കും. സാഹചര്യങ്ങൾ എത്ര മോശമായാലും, സാഹചര്യങ്ങൾ എത്ര അനുകൂലമല്ലെങ്കിലും, നമ്മുടെ ഏകതയെ, നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ അനന്യതയെ മാറ്റുന്നതായി ഒന്നും തീരരുത്. കർത്താവിലുള്ള വിശ്വാസവും ദൈവത്തിങ്കലുള്ള ആശ്രയത്വവും എന്നും വർദ്ധിച്ചു വരുന്നതായി തീരട്ടെ. ആമേൻ. രണ്ടാമതായി യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ലക്ഷണമാണ്, അവള് കർത്താവിന്റെ ദൈവവുമായിട്ടുള്ള സഖ്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവളാണ്. ആമേൻ. She is separated to know the secrets of God. കർത്താവിന്റെ യഹോവയുടെ സഖിത്വത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവള്. സഖിത്വം എന്ന് പറഞ്ഞാൽ എന്താ? യഹോവയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. അത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആരോടും പറയാത്തതും നമ്മോട് പറയും. വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്സ്, വളരെ ഇഴയടുപ്പമുള്ള ഒരു ബന്ധം, ഇന്റിമസി, ഏറ്റവും അടുത്ത ബന്ധം. ഒരുപക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധം പോലെ അത്ര
അടുപ്പമുള്ള ബന്ധം. അതാണ് ഈ സഖിത്വം എന്ന് പറയുന്നത്. ആമേൻ. അപ്പോ യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ രണ്ടാമത്തെ ലക്ഷണമാണ് യഹോവയുടെ രഹസ്യങ്ങളെ, ഒന്നുകൂടെ ഞാൻ ചേർന്ന് പറയട്ടെ, യഹോവയുടെ മർമ്മങ്ങളെ ആരായുവാനായി, യഹോവയുടെ മർമ്മങ്ങളെ തിരിച്ചറിയുവാനായി വേർതിരിക്കപ്പെട്ടവളാണ് യഹോവ ഭക്തിയുള്ള സ്ത്രീ. ആമേൻ. കർത്താവ് എപ്പോഴും നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. എബ്രഹാമിനെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞിട്ടില്ലേ, മോശയെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞിട്ടില്ലേ, എന്റെ ദാസന്മാരെ അറിയിക്കാതെ ഞാൻ വല്ലതും ചെയ്യുമോ എന്ന്. ആമേൻ. കഷ്ടതയുടെ തീച്ചുളയിലൂടെ നിങ്ങൾ പോയാലും നമുക്ക് എന്താ ഒരു ഉറപ്പുള്ളത്? എന്തുകൊണ്ടാണ് നാം പറയുന്നത് ദൈവം അറിയാതെ ഒന്നുമില്ലെന്ന് പറയുന്നതിന്റെ കാരണം എന്നാ? ഭയങ്കര ഉറപ്പാ, യഹോവയുടെ സഹിത്വം എന്റെ മേലുണ്ട്, ഞാൻ യഹോവയുടെ സഖിത്വം അനുഭവിക്കുന്നവളാ. ആമേൻ. നദി തലമീതെ കവിയത്തില്ല, കണ്ണുനീര് വരും, കഷ്ടം വരും, ഭാരം വരും, വേദന വരും, തകർച്ച വരും, ഉയരില്ലെന്ന് മറ്റുള്ളവർ പറയും. നോ, നടക്കത്തില്ല. യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് ഒരു ഉയർച്ചയുണ്ട്, യഹോവയുടെ സഖിത്വം അവളുടെ മേലുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. ആവർത്തന പുസ്തകം 29:28 വായിക്കുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതല്ലേ, ഉള്ളതത്രേ. ഭക്തിയുടെ മർമ്മങ്ങളെ അറിയിച്ചു തരുവാൻ നിങ്ങൾക്ക് യഹോവയുടെ സഖിത്വമുണ്ട് പ്രിയരെ. ഒരുപക്ഷെ ഞങ്ങൾ പഠിച്ചതല്ലേ MD, MDH, MA, BEd ഒന്നും ഇതിന് വേണ്ട, ഇതിന് സൈക്കോളജി ഒന്നും വേണ്ട. കർത്താവുമായിട്ടുള്ള സഖിത്വമുള്ളവര്, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യഥോർത്ത അഭിഷേകമുള്ള ദൈവപൈതന്റെ കണ്ണിൽ നോക്കുവാൻ മറ്റുള്ളവർ ഭയപ്പെടും. ഹല്ലേലൂയ. നേരെ നിന്ന് വർത്താനം പറയാൻ അവർ ഭയപ്പെടും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആരാ ഉള്ളി വസിക്കുന്നത്? ഒരു ശക്തിക്കും പിടിച്ചടക്കാനാവാത്ത ദൈവശക്തിയാ നിന്റെ മൺകൂടാരത്തിലുള്ളത്. ആ സഖിത്വമാണ് നീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ യഹോവ ഭക്തിയുള്ള സ്ത്രീ അത്രേ. ആമേൻ. ആ സഖിത്വം അനുഭവിക്കുന്ന വിലയേറിയ സഹോദരിമാരെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ യഹോവ ഭക്തിയുള്ള സ്ത്രീയാണെന്ന് അറിയണമെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് കർത്താവിന്റെ സഖിത്വം നമുക്കുണ്ടോ ഇല്ലയോ, അതിൽ കുറവ് സംഭവിച്ചോ എന്നുള്ള ഒരു സ്വയശോധന ഇന്ന് നമുക്കുണ്ടാകട്ടെ. ആമേൻ. 1 കൊരിന്ത്യർ 2:14 നാം ഇങ്ങനെ വായിക്കുക, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. കാരണം എന്നാന്നറിയാമോ? അതവന് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. യഹോവയുടെ സഖിത്വമുള്ള ദൈവമൈതലേ, കർത്താവിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനായി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. അത് പാട്ടുപാടുമ്പോ പറയുന്ന സെന്റൻസിലാണെങ്കിലും അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. അത് പാട്ടുപാടുന്നപ്പോൾ പറയുന്ന ഇൻട്രഡക്ഷനിലാണേലും ദൈവിക മർമ്മങ്ങള് ഹൃദയത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. അത് മനസ്സിലാക്കാൻ ഒരേ ആത്മാവിലുള്ളവർക്ക് കഴിയുമെന്നുള്ളതാണ് വസ്തുത. ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ മർമ്മങ്ങളെ ആരായുന്നവളാണ് യഹോവ ഭക്തിയുള്ള സ്ത്രീ എന്ന് പറയുന്നത്. നാം വിശുദ്ധനായ അപ്പോസ്തലനായ പൗലോസ് എപ്പോഴും ഈ സീക്രട്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. എപ്പം വാ തുറന്നാലും സ്വർഗത്തിലെ ദൈവം അവനെ അതിനുവേണ്ടി ഉപയോഗിക്കും. ദൈവ രാജ്യത്തെ കുറിച്ച് പറയുക, ദൈവത്തിന്റെ ഇൻകാർണേഷനെ കുറിച്ച് പറയുക, അതുപോലെ തന്നെ പരിശുദ്ധാത്മാ അധിവാസത്തെ കുറിച്ച് പറയുക, ദൈവസഭയുടെ ഐക്യതയെ കുറിച്ച് പറയുക, ദൈവം നമ്മളെ എടുത്തോണമെന്ന് റാപ്ചറിനെ കുറിച്ച് പറയുക. ഈ മർമ്മങ്ങളൊക്കെ എന്തുകൊണ്ടാ പറഞ്ഞതെന്നറിയാമോ? അവൻ ഒരിക്കലും പറഞ്ഞില്ല എന്റെ അയൽക്കാരനാണെന്ന്. ആ ശക്തിയിൽ അവൻ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതാ ഇന്റിമസി എന്ന് പറയുന്നത്. നിന്റെ അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് സേവിക്കുന്നവൾ ആകരുത്. നമ്മുടെ മക്കളെ നമ്മള് പറയുന്നത് കൊണ്ട് ആരാധനയ്ക്ക് പോകുന്നവരാകരുത്. എല്ലാവർക്കും യഹോവയുമായിട്ടുള്ള ഒരു സഖിത്വം ഉണ്ടാകണം. അവർക്ക് എന്തുണ്ടാകും? അവർക്ക് ദൈവിക മർമ്മങ്ങളെ ആരാഞ്ഞറിയുവാനായി കഴിയും.
ആമേൻ. ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ ഭയങ്കര സന്തോഷമാ. ആ സഖിത്വം അനുഭവിക്കുന്ന നമുക്കറിയാം. ലോകരെല്ലാം കൈവിട്ടെന്ന് പറഞ്ഞാലും, ആര് കൂടെയില്ലെന്ന് പറഞ്ഞാലോ, തനിയെ ഓലോല കണ്ണുനീരൊഴുക്കി ഒരു മുറിയുടെ മൂലയിൽ ഇരിക്കുമ്പോ എത്ര പ്രാവശ്യം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ വന്നിരിക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവാകുന്ന ആ സഖിയുടെ തലോടലും അനുഗ്രഹവും ആശ്വാസവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാ. യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ഒരു ലക്ഷണമാ. യഹോവയുടെ സഖിത്വം ഉണ്ടാകും. യഹോവയുടെ രഹസ്യങ്ങളെ, മർമ്മങ്ങളെ ആരാഞ്ഞറിയുവാനുള്ള കൃപ ലഭിക്കും. ആമേൻ. നമ്പർ 3, യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ഒരു ലക്ഷണമാണ് she finds strength in the joy of the Lord. യഹോവയിലുള്ള സന്തോഷം അവളുടെ ബലമാകുന്നു. എനിക്ക് തോന്നുന്നു സൂസൻ ആന്റി ആണോ അതോ സിസ്റ്റർ ടിജി ആണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. യാഹിലെ സന്തോഷം നമ്മുടെ ബലമാണ്. അതൊക്കെ ആത്മാവ് അങ്ങോട്ട് മുൻകൂട്ടി പറയുന്നതാ, നമ്മളോട് ഇടപെടുന്നതാ. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നതല്ല, യാഹിലെ സന്തോഷം നമ്മുടെ ബലമെന്ന് പറയുന്നത്. ലോകം തരുന്ന ബലമാണ്. നമ്മൾ എത്ര ബലഹീനരാ അല്ലെ. നമുക്കൊരു ചെറിയ തലവേദന വന്നാൽ മതി നമുക്ക് ചുരുണ്ടുകൂടി ഇരിക്കാൻ. നമ്മൾ എത്ര പേരെ കാണുന്നു. ഞാൻ ഇന്ന് പറയുകയും ചെയ്തു. മെട്രോപൊളിറ്റൻ ഡോക്ടർ KP യോഹന്നാൻ, ഞങ്ങൾ ആ ക്യാമ്പസ് 2 വർഷം ഉണ്ടായിരുന്നതാ എഡ്യൂക്കേഷന് വേണ്ടി. അദ്ദേഹം 5 ദിവസം മുമ്പ് അമേരിക്കയിലേക്ക് കടന്നുപോയ മനുഷ്യനാ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചില്ല തിരിച്ചു വരുമ്പോ ഇങ്ങനെ ഒരു തിരിച്ചു വരോ. ഞങ്ങൾ താമസിക്കുന്ന ഈ റോഡിലൂടെ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഇതുപോലെ. അപ്പൊ ഞാൻ പല പ്രാവശ്യം അത് ആവർത്തിക്കുവാൻ ഇടയായി. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആർക്കും ഒന്നിനും ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ നമ്മുടെ ആകെയുള്ള ബലം എന്ന് പറയുന്നത് യാഹിലെ സന്തോഷം മാത്രമാണ്. ആമേൻ. അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ പുസ്തകം 8:10 തന്നെയാണല്ലോ ആ വാക്യമുള്ളത്. അവര് ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ കേട്ട് ആകെ സങ്കടപ്പെട്ട് ജനങ്ങള് കരച്ചിലും പിഴിച്ചിലുമായിട്ട് ഇരിക്കുമ്പോ നെഹമ്യാവ് പറയുന്ന വാക്ക, അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ന്യായപ്രമാണം കേട്ടപ്പോ അവർക്കങ്ങ് ഹൃദയം ഉരുകി കേട്ടോ. എന്ത് നല്ല സൈനാന്നറിയാമോ. ഇപ്പൊ നമുക്ക് എന്നാ കേട്ടെന്ന് പറഞ്ഞാലും യാതൊരു അനക്കവും ഇല്ല. അമ്മേ, ഇതങ്ങ് കേട്ട് തഴക്കമല്ലേ. എത്ര കാലമായി ഇത് കേൾക്കുന്നു. എന്നെ പോലെയൊക്കെ ഉള്ളവര് ജനിച്ച് വീണപ്പം തൊട്ട് കേൾക്കുകയല്ലേ. എന്നെ പറഞ്ഞാ പിന്നെ നിങ്ങളാരും പിണങ്ങത്തില്ലല്ലോ. അമ്മേ, അപ്പൊ ഇതങ്ങ് കേട്ട് കേട്ട് തഴക്കവും പഴക്കവും ആയേക്കുക. പക്ഷെങ്കിൽ അവിടെ ദൈവജനത്തിന്റെ ന്യായപ്രമാണം വായിച്ച് കേട്ടപ്പോഴേ അവരുടെ ഹൃദയം അങ്ങ് ഉരുകി. അവർക്ക് പാപബോധമുണ്ടായി. അവർ കരയാൻ തുടങ്ങി. അവര് നിലവിളിക്കാൻ തുടങ്ങി. there comes the solution. അവിടെ പരിഹാരമായിട്ട് നെഹമ്യാവ് പറയുക, ഭയപ്പെടേണ്ട, കരയേണ്ട, കരച്ചിൽ നിർത്ത. നമുക്ക് ദൈവസന്നിധിയിൽ യാഹിലെ സന്തോഷം നമ്മുടെ ബലമാ. നമ്മുടെ ദൈവം മഹാകരുണയുള്ള ദൈവമല്ലേ. നമ്മൾ കരച്ചിലോടെ വരുമ്പോ, അപ്പാ എന്നോട് ക്ഷമിക്കണേ അപ്പാ, എനിക്ക് തെറ്റുപറ്റി പോയപ്പാ, എന്റെ അറിവില്ലായ്മയെ പറഞ്ഞു പോയതാ, അറിവില്ലായ്മ ചെയ്തു പോയതാന്ന് പറയുമ്പോ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു അരുമനാഥനാ നമ്മുടെ പിതാവ് എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. രൗദ്രഭാവമുള്ള കർത്താവ് അല്ല നമ്മുടെ കർത്താവ്, മനസ്സലിവും മഹാദയയുമുള്ള കർത്താവ്. അങ്ങനെ നെഹമ്യാവ് ജനത്തോട് പറയുക, ഭാരപ്പെടേണ്ട, യാഹിലെ സന്തോഷം നമ്മുടെ ബലമാ. ഈ സന്തോഷം, ഈ ജോയ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് വെറും സന്തോഷമല്ല കേട്ടോ. സന്തോഷം എന്നുള്ളത് ഹാപ്പിനെസ്. ജോയ് എന്ന് പറയുന്നത് ഇതിനേക്കാളും ഒരു ഗ്രേഡ് കൂടിയതാ. ദൈവസന്നിധിന്ന് കിട്ടുക. അതിന് ആനന്ദം എന്ന് പറയും മലയാളം കേട്ടോ. മലയാളത്തിൽ ആനന്ദം എന്ന് പറഞ്ഞാൽ വെറും സന്തോഷമല്ല, അതൊരു ജോയസ് എക്സ്റ്റസിയാ. ഒന്നും കൂടെ അത് ദൈവസന്നിധിയിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആന്റിമാരോട്, ഓൾമോസ്റ്റ് എല്ലാരും എന്നെക്കാളും മൂത്തവരാന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാരോടും ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വേറെ ഒരു കാര്യത്തിന് കരഞ്ഞ നമുക്ക് എത്ര തലവേദനയായിരിക്കും. എന്നിട്ട് പറയും, ഞാൻ ഇന്ന് ഇച്ചിരി കരഞ്ഞോണ്ട് എനിക്ക് തലവേദനയാ. ആ സമയം ദൈവസന്നിധിയിൽ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട്, എന്തുമാത്രം കണ്ണുനീര്, എന്തുമാത്രം പൊട്ടി വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും തലവേദന എടുത്തിട്ടുണ്ടോ? ഇല്ല, തലവേദന
അതിനെ എടുക്കത്തില്ല. അത് ഹൃദയം പകരുക ചെയ്യുന്നത്. യേശു അപ്പച്ചന്റെ അടുത്ത് ഹൃദയം, അതാ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാ ലോകരും നമ്മളുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. യാഹിന്റെ സന്തോഷം നമ്മുടെ ബലം. ഒരു ഉത്തമയായ സ്ത്രീക്ക്, യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ സവിശേഷ ഗുണമാണ് അവളുടെ ബലമെന്ന് പറയുന്നത്, അവളുടെ ആനന്ദം എന്ന് പറയുന്നത് യാഹിലെ സന്തോഷമാണ്. ആമേൻ, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അവൾക്കൊരു ഉറപ്പുണ്ട്, എനിക്കൊരു അഭയമുണ്ട്, എനിക്കൊരു അഭയസ്ഥാനമുണ്ട്, എനിക്കൊരു സങ്കേതമുണ്ട്, എനിക്ക് ഓടിച്ചെല്ലുവാൻ ഒരു കോട്ടയുണ്ട്. ശത്രുവായ സാത്താൻ ഞാൻ പിന്തുടരും, ഞാൻ കൊള്ള പങ്കിടും, ഞാൻ നിന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് പിന്തുടരുന്ന ദുഷ്ടശക്തിയോട് തിരിഞ്ഞു നിന്ന ആത്മാവില്ല, ഇല്ല, നിനക്കെന്നെ തൊടുവാൻ കഴിയുകയില്ല. കാരണം ഞാൻ ഓടിക്കേറുന്നത് ഈ സങ്കേതത്തിലേക്കാ, ഈ അഭയസ്ഥാനത്തിലേക്കാ. ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയാത്ത കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതയാണെന്ന് വിളിച്ചു പറയുന്നത് നീ യഥാർത്ഥ യഹോവ ഭക്തയായ സ്ത്രീ ആയതുകൊണ്ടാണ്. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയണമെന്നുണ്ട്, സമയം അതിവേഗം പോവായതുകൊണ്ട് ഞാൻ 4ാമത്തെ പോയിന്റ് പറയട്ടെ. യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ മറ്റൊരു ലക്ഷണമാണ് അവള് അനിശ്ചിതത്വമുള്ള നാളെയെ കുറിച്ച്, അനിശ്ചിതത്വമുള്ള ജീവിതത്തിന്റെ നാളെയിലേക്ക് ആത്മവിശ്വാസത്തോടെ നടന്നു കയറുന്നു. ആമേൻ. അനിശ്ചിതത്വമുള്ള നാളെയുടെ ജീവിത ധരണിയിലേക്ക് അവൾ ആത്മവിശ്വാസത്തോടെ നടന്നു കയറും. She walks confidently into the tomorrows of life. Amen. ആ വാക്യം നമുക്ക് സദൃശവാക്യങ്ങളുടെ പുസ്തകം 31:25 നാം ഇങ്ങനെ വായിക്കുന്നു: ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. എത്ര പേർക്ക് കഴിയ? അനിശ്ചിതത്വം മാത്രമേ മുമ്പിലുള്ളൂ. കർത്ത് എന്ത് സംഭവിക്കും? ജിജിയാന്ന് തോന്നുന്നു പറഞ്ഞത്, നാളെ എന്ത് ഭയങ്കര റിലേഷൻ ആയിരുന്നു. എവിടെ പോയാലും എനിക്ക് ഇങ്ങനെ കുറച്ച് പേരെ കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഞാൻ മെസ്സേജ് പറയുന്നതിനകത്ത് എന്തേലും അവര് പറഞ്ഞിരിക്കും. അപ്പൊ ദൈവാത്മാവ് എനിക്ക് ഭയങ്കര കൺഫർമേഷൻ തരും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറയാൻ പറഞ്ഞെന്ന്. ആമേൻ, സ്തോത്രം. എനിക്ക് ഭയങ്കര കൺഫർമേഷനാ. ടിജി പറയുന്നില്ലായിരുന്നോ നാളെ എന്ത് സംഭവിക്കും, മക്കളുടെ കാര്യം എന്താകും, വീടിന്റെ കാര്യം എന്താകും, ഇങ്ങനെ അങ്ങ് അനിശ്ചിതത്വ. മക്കളുടെ കാര്യം അത് എത്ര കറക്റ്റാ. മക്കളുടെ കാര്യം കഴിയുമ്പോ കൊച്ചുമക്കളുടെ കാര്യമോ, പിന്നെ അവരെ കെട്ടിക്കുന്ന കാര്യമോ, മക്കളുണ്ടാകാൻ താമസിച്ച വിഷമം. എന്റെ പൊന്നോ, ആവലാതി വേവലാതി തീർന്നിട്ട് നമുക്കൊരു സമയമില്ല. എന്ന യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ലക്ഷണം അതല്ല. അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നു. കാരണം അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും എന്റെ കയ്യിലുള്ള സംഗതിയല്ല. നാളെ എനിക്ക് കിട്ടണമെങ്കിൽ അതെന്റെ ഊട്ടയവൻ ചിന്തിക്കണം. എന്റെ മക്കളുടെ കാര്യം ഞാനല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം അത് തീരുമാനിച്ചിട്ടുണ്ട്. വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന ഒരു അമ്മമാരുടെ മക്കൾ നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. കാരണം അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്താൽ ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരി തൂകുകയാണ്. ആമേൻ. മുമ്പോട്ട് നോക്കി അനിശ്ചിതത്വം മാത്രമേ ഉള്ളൂ. യാതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, സ്വന്തം വീടില്ല, ഒരു ഡിപ്പോസിറ്റും ഇല്ല, ഒന്നുമേ ഇല്ല. നോ പ്രോബ്ലം. നമുക്ക് ഭയങ്കര മനോധൈര്യമാ, ഉറപ്പാ, അചഞ്ചലമായ ഉറപ്പ്. കാരണം നമ്മുടെ സൃഷ്ടിതാവിലുള്ള ഉറപ്പാ. ആമേൻ. ഭയങ്കര ഷീ ഈസ് ഫിയർലെസ്. ഒരു ഭയവുമില്ല. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഭയങ്കര ടെൻഷനുള്ള കാര്യം, പക്ഷെ അവരൊരിക്കലും ടെൻസ്ഡ് ആയിരിക്കത്തില്ല. അവരൊരിക്കലും അവരിങ്ങനെ ഇരിക്കും, അവർ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വളരെ റയറ്. ഘോരം പ്രസംഗിക്കുന്ന ഞാനടക്കം നമുക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം വരുമ്പോൾ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആകും. നമ്മളെല്ലാരും മനുഷ്യരല്ലേ. കണ്ണ് നിറയും, വേവലാതി വരും, ആവലാതി വരും, കഷ്ടമാവും. ഒരു ഫോൺ കോൾ 2 പ്രാവശ്യം വിളിച്ച് 3ാമത്തെ പ്രാവശ്യം എടുത്തില്ലെങ്കിൽ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടും. ഇതെല്ലാം മനുഷ്യ സഹജമാണ്. പക്ഷെ അപ്പോഴും നമ്മളെ നിലനിർത്തുന്ന ഒരു ഫാക്ടർ ഉണ്ട് പ്രിയരെ, സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒന്നുമില്ല. എന്റെ
നാളുകളെ നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാ. ഇന്ന് എനിക്ക് ദൈവം തന്നിരിക്കുന്നു. ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളെ എനിക്കുള്ളതല്ല. അത് ദൈവം തന്ന സന്തോഷത്തോടെ സ്വീകരിക്കും. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി സകല ബ്ലൂ പ്രിന്റും തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതാ. അത് ഞാൻ എത്ര കിടന്ന് കളിച്ചാലും അതിന് വ്യത്യാസമൊന്നും വരത്തില്ല. ശത്രു എത്ര കളിച്ചാലും ദൈവം തരാനുള്ളതൊക്കെ നമുക്ക് തന്നിരിക്കും. അതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആമേൻ. യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ഒരു ലക്ഷണമാ യാഹിലെ സന്തോഷം അവളുടെ ബലമാണ്. അതുപോലെ തന്നെ അവള് അനിശ്ചിതത്വമുള്ള നാളെയിലേക്ക് ഭയങ്കര മനോബലത്തോടെ മനോധൈര്യത്തോടെ അവൾ നടന്ന് കയറും. അതുപോലെ തന്നെ സദൃശവാക്യം 14 26 വാക്യത്തില്, സദൃശവാക്യം 14 26 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ സഹോദരിമാരും നിങ്ങളുടെ ഫോണ് മ്യൂട്ട് ആണെങ്കിലും നോ പ്രോബ്ലം. എല്ലാരും പറഞ്ഞു യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, യഹോവ ഭക്തയ്ക്ക് ദൃഢധൈര്യമുണ്ട്, യഹോവ ഭക്തയ്ക്ക് ദൃഢധൈര്യമുണ്ട്, അവരുടെ മക്കൾക്ക് ശരണമുണ്ടാകും. യേശുവിൻ നാമത്തിൽ അവരുടെ മക്കൾക്ക് ശരണമുണ്ടാകും. അവർ അശരണരായി മാറത്തില്ല. അവരുടെ മക്കൾക്ക് ശരണമുണ്ടാകും. എന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവ ഭക്തയ്ക്ക് ദൃഢധൈര്യമുണ്ട്. ആമേൻ. എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞോണം. ഭയങ്കര ബൂസ്റ്റിംഗ് ആണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനത്. നാം അത് ചെയ്യുവാൻ തയ്യാറാകട്ടെ. കർത്താവിനെ ഭയപ്പെടുന്ന ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്ക് സുവ്യക്തമായ ലക്ഷ്യവും ആഴമേറിയ ആർദ്രതയും ദൈവകൃപയും അവളിൽ ഉണ്ടായിരിക്കും. ആമേൻ. കാരണം അവൾക്ക് ഭയങ്കര ഒരു ഉറപ്പാ, കർത്താവിന്റെ മുമ്പിൽ ഒരു വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ സിസ്റ്റർ ലാപ്ടോപ്പ് പെട്ടെന്നത് ഇതായി പോയതാണ്. ഞാൻ ഫോണും കൂടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം അതിനകത്ത് കയറിയതാണ്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ? കഴിയുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. സോ ഇവിടെ പറയുന്നത് യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ലക്ഷണത്തെ കുറിച്ചാണ്. യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് നാളെയെ കുറിച്ച്, അനിശ്ചിതത്വമുള്ള നാളെയെ കുറിച്ച് അവൾക്ക് ദൃഢധൈര്യമുണ്ട്. ഇനിയും മറ്റൊരു ലക്ഷണം എന്ന് പറയാം, 5ാമത്തെ ലക്ഷണം, യഹോവ ഭക്തിയുള്ള സ്ത്രീ എപ്പോഴും ഷീ സ്പീക്സ് വിസ്ഡം ആൻഡ് കൈൻഡ്നസ്. അവൾ എപ്പോഴും വിവേകമുള്ളതും ദയയുള്ളതും മാത്രം സംസാരിക്കും. നമുക്കറിയാം, പൊതുവെ സഹോദരിമാര് വിവരമില്ലാതെ വർത്താനം പറയുമെന്നും ഒത്തിരി സംസാരിക്കുമെന്നും ഒക്കെ പൊതുവെ ഒരു ധാരണയുണ്ട്, പൊതുവെ ഒരു പറച്ചിലുണ്ട്. എന്നാൽ യഥാർത്ഥമായി യഹോവ ഭക്തിയുള്ള സ്ത്രീ എപ്പോഴും ദൈവിക ജ്ഞാനം സംസാരിക്കുകയും ദയ സംസാരിക്കുകയും ചെയ്യുക. ഷീ വിൽ ബി ഹാവിങ് എ മൗത്ത് ഓഫ് വിസ്ഡം. ഒരു ജ്ഞാനമുള്ള അധരം അവൾക്കുണ്ടായിരിക്കും. അതുപോലെ ദയയുള്ള ഒരു നാവും അവൾക്ക് ഉണ്ടായിരിക്കും. സദൃശവാക്യം യെശയ്യാവിന്റെ പുസ്തകം 33:6 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 21:15 കാണുന്നു, നിങ്ങളുടെ എതിരികൾക്ക് ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വിധം ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് തരും. യഥാർത്ഥമായി യഹോവ ഭക്തിയുള്ള ഒരു സ്ത്രീക്ക് യഹോവയിൽ നിന്ന് ജ്ഞാനമുള്ളവളായിരിക്കും. അവൾ വിവേകമുള്ളവളായിരിക്കും. അവൾ സംസാരിക്കുന്ന ദൈവിക ജ്ഞാനമുള്ള വാക്കുകളായിരിക്കും.
ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് മുന്നേറുന്ന ഒരു സഹോദരിക്ക്, യഹോവ ഭക്തിയുള്ള ഒരു സഹോദരിക്ക് എപ്പോഴും ആർദ്രതയും ദയയും വിവേകവും ജ്ഞാനവുമുള്ള വാക്കുകൾ അവൾ സംസാരിക്കാനിടയാകും. അവസാനമായി 6ാമത്തെ കാര്യം, യഹോവ ഭക്തിയുള്ള സ്ത്രീ എപ്പോഴും മറ്റുള്ളവരെ മെന്റർ ചെയ്യുന്നവളായിരിക്കും. മെന്റർ ചെയ്യുന്ന, മറ്റുള്ളവരെ ഉപദേശിക്കുക എന്ന വാക്കുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഉപദേശം മറ്റുള്ളവരെ അസഹ്യമാക്കുവാനല്ല, മറ്റുള്ളവരെ ആത്മീയത്തിൽ എപ്പോഴും ചേർത്ത് നിൽക്കുവാൻ, മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുവാൻ, മറ്റുള്ളവരുടെ വേദനകളിൽ താങ്ങി നിൽക്കുവാൻ, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകണം. തീത്തോസിന്റെ ലേഖനം 2:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, തീത്തോസ് 2:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ത്രീ എപ്പോഴും അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവളായിരിക്കില്ല, മറിച്ച് അവൾ എപ്പോഴും അവളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നവളായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് ആലംബമായി മാറുവാൻ, മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് സഹായമായി പ്രചോദനമായി മാറുവാൻ ദൈവം സഹായിക്കുവാനായിട്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ മെന്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഒരു 70 വയസ്സുണ്ടായാൽ മാത്രമേ നിങ്ങൾ മെന്റർ, അങ്ങനെയില്ല. ഒരു 10 വയസ്സുള്ള കുഞ്ഞിനെ 20 വയസ്സുള്ള ഒരു സഹോദരി ശരിയായ രീതിയിൽ വഴി നടത്തുമ്പോൾ, ഉപദേശിക്കുമ്പോൾ, കൈത്താങ്ങൽ കൊടുക്കുമ്പോൾ, അത് ആ കുഞ്ഞിന്റെ മെന്ററാണ്. പ്രായമല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അതൊരു ആത്മീയ പക്വതയെയാണ് കാണിക്കുന്നത്. യഥാർത്ഥ യഹോവ ഭക്തിയുള്ള സ്ത്രീ എപ്പോഴും മറ്റുള്ളവർക്ക് ആശ്വാസമായി, മറ്റുള്ളവർക്ക് തണലായി, മറ്റുള്ളവർക്ക് സഹായമായി നിലകൊള്ളുവാനായി ഇടയാകും. ഇന്ന് ഞാൻ നിങ്ങളോട് 6 കാര്യങ്ങൾ സംസാരിക്കണം. യഥാർത്ഥമായി യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവൾക്ക് ഏത് തരത്തിലുള്ള വിപത്തോ ഏത് തരത്തിലുള്ള ദുരന്തമോ അവളുടെ ജീവിതത്തിൽ വന്നാലും, ദൈവം അവളുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന ഏകതയ്ക്ക്, അനന്യതയ്ക്ക് യാതൊരു വ്യത്യാസവും വരുവാനായി ഇടയാകില്ല. 2ാമതായി, യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് യഹോവയുടെ സഖ്യതയുണ്ടാകും. സഖ്യതയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ദൈവീക മർമ്മങ്ങളെ ആരാഞ്ഞറിയുവാനുള്ള ദൈവകൃപ അവളിൽ ഉണ്ടായിരിക്കും. 3ാമതായി, യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് യഹോവയിലുള്ള ആനന്ദം അവളുടെ ബലമായിരിക്കും. 4ാമതായി, നാളെയെക്കുറിച്ച് അനിശ്ചിതത്വമുള്ള നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ യഹോവയിലുള്ള ദൃഢധൈര്യത്തോടെ അനിശ്ചിതത്വമുള്ള നാളെയുടെ ദിനങ്ങളിലേക്ക് നടന്നു കയറുവാനിടയാകും. 5ാമതായി, അവൾ എപ്പോഴും വിവേകവും ദയയും ജ്ഞാനവുമുള്ള വാക്കുകൾ സംസാരിക്കുന്നു. 6ാമതായി, അവൾ ഒരിക്കലും അവൾക്ക് വേണ്ടി ജീവിക്കുന്നവളല്ല, മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ നിലനിർത്തുവാൻ ദൈവം അവളെ ഉപയോഗിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങൾ യഹോവ ഭക്തിയുള്ള സ്ത്രീകളാണെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും ഇന്ന് ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടതുപോലെ, ഇന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചതുപോലെ, ആ വചനത്തിന് മുമ്പാകെ എത്ര പേർക്ക് ദൈവസന്നിധിയെ താഴ്ത്തി സമർപ്പിക്കാൻ. കർത്താവേ, ഇന്ന് ദൈവജനത്തിലൂടെ ഒരു യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ കർത്താവേ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ ദൈവാത്മാവിനോട് സംസാരിച്ചു. അതിനു മുമ്പിൽ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, എന്നെ യഥാർത്ഥമായും യഹോവ ഭക്തിയുള്ള സ്ത്രീയാക്കി മാറ്റണമേ. പലപ്പോഴും ജീവിതത്തിന്റെ വൈതരണികൾ, ക്ലേശങ്ങള്, ഭാരങ്ങള് പലപ്പോഴും എന്നെ ദൈവഭക്തിയിൽ നിന്ന്, കർത്താവിനോടുള്ള സഖിത്വത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും കർത്താവെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ട് അങ്ങയിലുള്ള മനോധൈര്യം നഷ്ടപ്പെട്ടവളായി തീർന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇന്നു മുതൽ എന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവിന് വേണ്ടി ഒരു ശക്തയായ യഹോവ ഭക്തിയുള്ള ഒരു സ്ത്രീയായി, ആ രൂത്തിനെ പോലെ ഒരു സാഹചര്യങ്ങളോ ഒരു സംഭവങ്ങളോ എന്റെ ഐഡന്റിറ്റി
ഐഡന്റിറ്റിയെ, എന്റെ ഏകതയെ നിർമൂലമാക്കുവാൻ, അതിനൊരു മങ്ങല് വരുത്തുവാൻ ഞാൻ അനുവദിക്കയില്ല എന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായി കഴിയും? അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഈ 6 സവിശേഷങ്ങൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുവല്ലോ, അതിനു മുമ്പിൽ എന്നെ സമർപ്പിക്കുക കർത്താവേ. ഇതിലേതാണ് കുറവെന്നിലുള്ളത് അത് നികത്തുവാൻ ഞാൻ തയ്യാറാനാഥ. പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ എന്നെ ഏൽപ്പിക്കുകയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമർപ്പണത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരികയാ. കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളിലുള്ള അഭിഷേകം, ഞങ്ങളിലുള്ള വിശ്വാസം, ഞങ്ങളിലുള്ള പ്രത്യാശ, ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം, ആരാധന, അനുസരണം, സമർപ്പണം, ഇവയെല്ലാം ഒന്നുകൂടെ കർത്താവേ ദൈവമേ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ആയിരിക്കാനിടയാക്കണം. ഞങ്ങളുടെ കർത്താവെ ഐഡന്റിറ്റിയെ ദൈവമേ ഏതെങ്കിലും വിധത്തില് എന്തെങ്കിലുമൊക്കെ മങ്ങലേൽപ്പിച്ചെങ്കില് കണ്ണുനീരോടെ നിന്റെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. യഥാർത്ഥ യഹോവഭക്തിയുള്ള ഒരു സ്ത്രീയാക്കി ഞങ്ങളെ മാറ്റണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു പിതാവേ. സകലമൗത്തും കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ അവസരം തന്ന എല്ലാവരോടും നന്ദി പറയുന്നു. എനിക്ക് ആന്റി തന്ന സമയത്തിൽ ഒരു 5 മിനിറ്റും കൂടെ ഇനിയും ഉണ്ട്, എങ്കിലും എനിക്ക് ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇനി അത് കട്ടായി പോകാതിരിക്കും